ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രിയ. ഗോൾഡൻ ലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്പൈസി തവ ചിക്കൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് ഈ റെസിപ്പി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഒരു 20 വറ്റൽമുളക് ഇതേപോലെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ കുതിർത്തെടുത്താണ്. ഇതിനെ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ഞാനിപ്പോൾ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് സാധാ മുളക് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് കൊടുക്കാം. ഒരു ഫുൾ നാരങ്ങയുടെ നീര് നിങ്ങൾ ചേർത്തിട്ട് കൊടുക്കണം. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് കുറച്ച് നാരങ്ങയുടെ ടേസ്റ്റും കൂടെ ഉള്ളത് നല്ലതാണ്. പ്രത്യേകിച്ച് തവ ചിക്കൻ ആണല്ലോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്, അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഓൾറെഡി അരച്ചു വെച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതിയാവും. ഇപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇപ്പൊ കണ്ടില്ല, ഇതെല്ലാം കൂടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു കേരള ടേസ്റ്റും കൂടി നമുക്ക് ഇതിന് കിട്ടും. നിങ്ങൾക്ക് ഇത് താല്പര്യം ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ ഒഴിച്ചാൽ മതിയാകും. ഇതിനെ ഒന്നും കൂടെ ഒന്ന് അരച്ചിട്ട് വരാം. അപ്പൊ കണ്ടില്ല, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീം പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിന് ചിക്കനിലേക്ക് തേച്ചിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ കാശ്മീരി മുളക് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും കളർ ഉള്ളത്. സാധാ മുളകിന് ഇത്രയും കളർ കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കളർ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫുഡ് കളർ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇതിനെ ചിക്കനിലേക്ക് തേച്ചിട്ട് കൊടുക്കാം. ബാലൻസ് മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ സൂക്ഷിക്കാം. വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് തന്നെ വേണമെന്നൊന്നുമില്ല. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇതേ മസാല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലതുപോലെ വരഞ്ഞതിനകത്തൊക്കെ ഇതങ്ങോട്ട് തേച്ചിട്ട് കൊടുക്കണം. ഉപ്പ് മാത്രം ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എരിവ് നിങ്ങൾ ചേർത്താൽ മതി. ഇപ്പൊ നല്ല സ്പൈസി ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ കണ്ടില്ലേ, മസാല നന്നായിട്ടൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നന്നായിട്ട് ഇതൊന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ ചിക്കൻ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്യുന്ന ഇഷ്ടമെങ്കിൽ ചെറിയ ചെറിയ ചിക്കനായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മസാല തേച്ചെടുത്താൽ മതി. അപ്പൊ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഇതിന് മുകളിൽ കൂടെ ഞാൻ കുറച്ചൊന്ന് ഉപ്പ് ഇങ്ങനെ കണ്ടില്ല ഈ ഒരു രീതിയിൽ തൂവി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇടരുത്, വളരെ ലൈറ്റായിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മുടെ ചിക്കന് കൂടുതൽ ടേസ്റ്റ് നൽകും. കണ്ടില്ല, വളരെ ലൈറ്റായിട്ടേ ഞാൻ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അത് ഇപ്പം തന്നെ അങ്ങോട്ട് അബ്സോർവ് ആകും. ആ ഒരു രീതിയിൽ ഇടാവുള്ളൂ. പിന്നെ ഒരുപാട് അങ്ങ് കൂടി പോകരുത്. അപ്പോൾ ആ ഉപ്പിൻ്റെ ആ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. അതുകൊണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പം കണ്ടില്ല, നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പം ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ മസാലയ്ക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ടാണ് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ അഥവാ മസാലയിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതേ എണ്ണ വേണം ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അതങ്ങോട്ട് പതഞ്ഞ് വരും. ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം നമ്മൾ തവ ചിക്കൻ ചെയ്യുമ്പോൾ ഒഴിച്ചാൽ മതിയാവും. ഒരുപാട് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് ഡീപ് ഫ്രൈ ചെയ്യുന്ന പോലെ ആയി പോവും. വളരെ കുറച്ച് ഒഴിക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ എടുത്ത് ഇതിലേക്ക് നമുക്ക് വെച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ
ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ചിക്കൻ വെച്ച് കൊടുത്തു. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ നിങ്ങളിത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പുറത്തെ മസാലയെല്ലാം വേഗം തന്നെ അങ്ങ് കഴിഞ്ഞിട്ട് പോവും. ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മളിതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് നമ്മളിങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പം കണ്ടില്ലേ കുറച്ചൊന്നും ഒരു വശം കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ടിട്ട് കൊടുക്കാം ഇതിന്. കണ്ടില്ലേ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് മസാല ഒന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നും ഇല്ല. എന്നാൽ ചിക്കനൊക്കെ കുക്കാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കണ്ടില്ലേ പെർഫെക്റ്റ് ആയിട്ട് ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ രണ്ട് സൈഡും കുക്കായി. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇനി അങ്ങോട്ട് സെർവ് ചെയ്യാം. കണ്ടില്ലേ മസാല ഒന്നും ഒരുപാട് കരിഞ്ഞിട്ടൊന്നുമില്ല. വളരെ കുറച്ച് ഓയിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഏകദേശം നമ്മുടെ തന്തൂരി ചിക്കനൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. തവ ചിക്കൻ വന്നിട്ട് ഈ ഒരു രീതിയിൽ, അതുപോലെ തന്നെ ഗ്രേവി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് തവ ചിക്കൻ ചെയ്യാൻ പറ്റുമോ. ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വെജിറ്റബിൾസ് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുക. അപ്പോൾ ചിക്കൻ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടും. ഇനി നമുക്ക് ഇനി അങ്ങോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.